2 പതിറ്റാണ്ടിലേറെയായി രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് തൊഴിലും വരുമാന സുരക്ഷയും ഉറപ്പാക്കിയിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വിബിജി റാംജി പദ്ധതി രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നത്. പുതിയ പദ്ധതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിലാണ്. ഇതുവരെ ഒരു കുടുംബത്തിന് വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഇനിയത് 125 ദിവസമായി ഉയരും. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അധിക വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷ നൽകുന്ന മാറ്റമാണിത്. അതേസമയം തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തന രീതിയിലും ധനവിനിയോഗത്തിലും വലിയ മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജലസംരക്ഷണവും ജലസുരക്ഷയും, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനും ദുരന്ത നിവാരണത്തിനും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എന്നീ 4 പ്രധാന വിഭാഗങ്ങളിലായിരിക്കും ഇനി മുതൽ തൊഴിലുറപ്പ് ജോലികൾ നടപ്പാക്കുക. ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന 318 പ്രവൃത്തികളുടെ കരട് പട്ടിക സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൈമാറിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനവും പ്രാദേശിക ആവശ്യങ്ങൾ വിലയിരുത്തി പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകും. പദ്ധതിയുടെ ധനകാര്യ ക്രമീകരണത്തിലും നിർണായക മാറ്റമുണ്ട്. തൊഴിലാളികളുടെ കൂലി പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിച്ചിരുന്ന പഴയ രീതിക്ക് പകരം ഇനി സാധാരണ സംസ്ഥാനങ്ങളിൽ 60% തുക കേന്ദ്രവും ബാക്കി 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഹിമാലയൻ മേഖലയിലെ സംസ്ഥാനങ്ങൾക്കും 90% കേന്ദ്രവും 10% സംസ്ഥാനങ്ങളും എന്ന അനുപാതമാണ് ബാധകമാകുക. സംസ്ഥാനങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്ന തീരുമാനമാണിതെന്നാണ് വിലയിരുത്തൽ. തൊഴിൽ ലഭ്യമാകുന്ന രീതിയിലും വലിയ മാറ്റം വരുന്നു. രാജ്യത്തെ ഏത് ഭാഗത്തു നിന്നും തൊഴിലാളികൾക്ക് ഏകീകൃത കേന്ദ്ര സംവിധാനത്തിലൂടെ ജോലി ആവശ്യപ്പെടാൻ സാധിക്കും. അപേക്ഷ ലഭിച്ച് 15 ദിവസത്തിനകം തൊഴിൽ നൽകേണ്ടത് നിർബന്ധമാണ്. ഈ സമയപരിധിക്കുള്ളിൽ ജോലി നൽകാൻ സാധിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരും. അതുവഴി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. തൊഴിലാളികളുടെ വേതനം ബാങ്ക് അക്കൗണ്ടിലേക്കോ തപാൽ നിക്ഷേപ അക്കൗണ്ടിലേക്കോ നേരിട്ട് കൈമാറും. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പരമാവധി 15 ദിവസത്തിനകമോ വേതനം നൽകണമെന്നാണ് വ്യവസ്ഥ. വേതന വിതരണം വൈകിയാൽ ഓരോ ദിവസവും നിശ്ചിത നിരക്കിൽ നഷ്ടപരിഹാരം തൊഴിലാളിക്ക് നൽകേണ്ടതുണ്ട്. തൊഴിലാളികളുടെ വേതന നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനായിരിക്കും. സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. പുതിയ പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ തൊഴിലുറപ്പ് ജോലികൾ അനുവദിക്കില്ല. പൊതുസമൂഹത്തിന് ദീർഘകാല പ്രയോജനം ലഭിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക. പദ്ധതിയുടെ പ്രാദേശിക നടത്തിപ്പ് ചുമതല ഗ്രാമപഞ്ചായത്ത് സഹസെക്രട്ടറിക്കായിരിക്കും. ജോലികളുടെ പരിശോധനയും വിലയിരുത്തലും പഞ്ചായത്ത് തലത്തിൽ തന്നെ നടക്കും. പഞ്ചായത്ത് സെക്രട്ടറി വിതരണം ചെയ്യുന്ന തൊഴിൽ കാർഡിന് 3 വർഷമാണ് കാലാവധി. തുടർന്ന് അത് പുതുക്കി ഉപയോഗിക്കാനും അവസരമുണ്ടാകും. ക്രമക്കേടുകളും വ്യാജ ഹാജർ രേഖകളും ഒഴിവാക്കാൻ സാങ്കേതിക സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കും. തൊഴിലാളികളുടെ വിരലടയാളമോ മുഖം തിരിച്ചറിയുന്ന സംവിധാനമോ ഉപയോഗിച്ചുള്ള ഹാജർ രേഖപ്പെടുത്തൽ, പ്രവൃത്തി സ്ഥലങ്ങളുടെ ഉപഗ്രഹ അധിഷ്ഠിത സ്ഥാനം രേഖപ്പെടുത്തൽ, പ്രവർത്തന പുരോഗതി തത്സമയം നിരീക്ഷിക്കുന്ന വിവരശേഖരണ സംവിധാനം എന്നിവ നിർബന്ധമാക്കും. ഇതിലൂടെ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അതേസമയം പുതിയ പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്ന ജോലികളിൽ ഭൂരിഭാഗവും കഠിനമായ ശാരീരികാധ്വാനം ആവശ്യപ്പെടുന്നവയാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 22 ലക്ഷത്തോളം തൊഴിലാളികളിൽ ഏകദേശം 40% 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അതിനാൽ പുതിയ തൊഴിൽ ക്രമം മുതിർന്ന തൊഴിലാളികൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്ക വിവിധ തൊഴിലാളി സംഘടനകളും തദ്ദേശ സ്ഥാപനങ്ങളും ഉയർത്തുന്നുണ്ട്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്തേകാനും സ്ഥിരതയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രോത്സാഹനം നൽകാനുമാണ് പുതിയ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ സാമ്പത്തിക ബാധ്യതയുടെ വർധന, ജോലികളുടെ സ്വഭാവത്തിലുള്ള മാറ്റം, മുതിർന്ന തൊഴിലാളികളുടെ പങ്കാളിത്തം, സംസ്ഥാനങ്ങൾക്ക് മേലുള്ള അധിക ഉത്തരവാദിത്തം തുടങ്ങിയ വിഷയങ്ങൾ പദ്ധതി നടപ്പാക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.